കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക്. നീതി സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം ഇന്നു മുതൽ സിറ്റി സർവീസ് സഹകരണ ബാങ്ക് അവസാനിപ്പിക്കും. 4.77 കോടി രൂപ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് തീരുമാനം. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, മരുന്ന് വിതരണം മുടങ്ങുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതുണ്ടാക്കുന്ന പ്രതിസന്ധി നമുക്കറിയാം. ഈ മെയ് മാസം മുതലുള്ള കുടിശ്ശിക നൽകാനുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ അഭിജിത്ത് മുഴക്കുന്ന ഈ ഘട്ടത്തിൽ? നീതി സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം പ്രതിസന്ധിയിലായാൽ അത് വലിയ രീതിയിൽ ബാധിക്കുക പാവപ്പെട്ടവരെയാണ്. കാരണം വിവിധ ഇൻഷുറൻസ് പദ്ധതികളിൽ ഉൾപ്പെടുന്നവരാണ് നീതി സ്റ്റോർ വഴി മരുന്ന് വാങ്ങുന്നത്. പ്രത്യേകിച്ച് മെഡിസെപ്പ്, കാസ്പ് പോലെയുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ ഉൾപ്പെടുന്നവർ. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് എത്താനുള്ള കാരണം ടി.കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് മാസങ്ങളുടെ കുടിശ്ശികയുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സൊസൈറ്റിയുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് നീതി സ്റ്റോർ വഴി മരുന്ന് വിതരണം ചെയ്യുന്നത്. 3 മാസത്തേക്കൊക്കെ കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ അതവർ പ്രശ്നമില്ല എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ബാങ്ക് മരുന്ന് വിതരണം ചെയ്തിട്ടുള്ളത്. പക്ഷേ നിലവിലിപ്പോൾ ഏതാണ്ട് 9 മാസത്തെയൊക്കെ രൂപയാണ് അവർക്ക് കുടിശ്ശികയായി കിടക്കുന്നത്. അതായത് 4.77 കോടി രൂപ ബാങ്കിന് ലഭിക്കാനുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബാങ്ക് മാനേജർ ഒരു കത്തയച്ചത്. അതിൽ അവർ പറയുന്നുണ്ട്, ഈ ഒരു പ്രശ്നം അത് പരിഹരിക്കപ്പെടണം, ഇല്ലെങ്കിൽ അത് ബാങ്കിൻ്റെ പ്രവർത്തനത്തെ തന്നെ ദോഷമായി ബാധിക്കും. ഓഡിറ്റിംഗ് അടക്കം നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ ബാങ്കിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെ അത് സാരമായി തന്നെ ബാധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് ബാങ്ക് അധികൃതർ പറയുന്നുണ്ട്. നിലവിലിപ്പോൾ സൂപ്രണ്ട് അക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താമെന്നൊക്കെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ഒരു ചർച്ച നടക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇന്ന് ഈ നീതി സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം അവസാനിപ്പിക്കുമെന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. ടി.കെ. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.